ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. അങ്ങനെ പ്രതാപൻ ആഘോഷപൂർവ്വം ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. നടുക്ക് ആ അമ്പികയാകത്തുനിന്ന് കുളവാക്കാൻ നോക്കിയെങ്കിലും അതൊന്നും അവളുടെ ശ്രമം നടന്നില്ല. അങ്ങനെ ഭംഗിയായിട്ട് ആ കേക്ക് കട്ട് ചെയ്ത് പ്രതാപൻ ഋതികയ്ക്ക് ആദ്യം കൊടുക്കുന്നു, ഋതിക അച്ഛനും കൊടുക്കുന്നു. അതിനുശേഷം പ്രതാപൻ അമ്പികയ്ക്കും മറ്റുള്ളവർക്കൊക്കെ കൊടുക്കുന്നുണ്ട് കേക്ക്. 2 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് പ്രതാപനൊന്ന് ചിരിക്കുന്നതും അത്രയ്ക്ക് സന്തോഷമായിട്ടിരിക്കുന്നതും. ഇതിൻ്റെയൊക്കെ സൂത്രധാരൻ നമ്മുടെ രാജുവാണല്ലോ, അത് ഋതികയ്ക്കറിയാം. അമ്പികയ്ക്കൊരു സംശയമുണ്ട്, ഇതെങ്ങനെങ്കിലും കണ്ടുപിടിക്കണമെന്നുമുണ്ട്. അവളല്ലെങ്കിൽ നല്ല കാര്യം നടക്കുന്നിടത്ത് ശിവപൂജയിൽ കരടി കയറി ചെല്ലുന്ന പോലാണല്ലോ അവൾ എപ്പോഴും കാണിക്കുന്നത്. എത്ര കിട്ടിയാലും പഠിക്കാത്ത ഒരു ജന്മം. പ്രതാപൻ വളരെ സന്തോഷത്തോടെ എല്ലാവരോടും പറയുവാണ്, ഒരുപാട് നന്ദിയുണ്ട്. ഈ പിറന്നാളാഘോഷം ഞാൻ ഒരിക്കലും മറക്കില്ല. നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ എൻ്റെ മരണം വരെ ഓർക്കും. പ്രതാപനോടൊപ്പം രാഷ്ട്രീയത്തിൽ നിന്നവരാണല്ലോ അവരൊക്കെ. പക്ഷെ അവരാരും പ്രതാപന്റെ ബർത്ത്ഡേ ഓർത്ത് വെച്ചിട്ടുമില്ല. അവരല്ല ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്നും പ്രതാപൻ അറിയില്ല. പ്രതാപന്റെ ആ വിശ്വാസം അങ്ങനെ തന്നെ അങ്ങ് നിൽക്കട്ടെ. പ്രതാപൻ വീണ്ടും പറയാം, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പിറന്നാളാഘോഷമായിരുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങുക സാറേ എന്നും പറഞ്ഞ് വന്നവരൊക്കെ അങ്ങ് പോയി. ഇതൊന്നും അമ്പികയ്ക്ക് അങ്ങോട്ട് വിശ്വാസവും വരുന്നില്ല, സഹിക്കാനും പറ്റുന്നില്ല. അമ്പിക എന്തൊക്കെയോ ആലോചിച്ചിങ്ങനെ തല പുകയ്ക്കുന്നത് നമ്മുടെ യാമിനി കാണുന്നുണ്ട്. ഈ സമയമാണെങ്കിലോ ഋതിക എല്ലാവരുടെയും കണ്ണ് വെട്ടിച്ച് വെളിയിൽ വന്നിങ്ങനെ രാജുവിനെ നോക്കി നിൽക്കുക. സംശയരോഗം പിടിപെട്ട അമ്പികയ്ക്ക് ഇപ്പോഴും ഒരു വിശ്വാസമില്ല. ഇതിന്റെ പിന്നിൽ രാജു തന്നെ ആയിരിക്കും. ഋതിയെ ഒന്ന് വാച്ച് ചെയ്യണമെന്ന് കരുതി അമ്പിക ജനലിൻ്റെ അടുത്ത് വന്നിങ്ങനെ ഋതികയെ നോക്കുമ്പോൾ ഋതിക തനിയെ അവിടെ നിൽക്കുന്നു. ദാണ്ട നമ്മുടെ രാജു ചിരിച്ചോണ്ട് ഋതികയുടെ അടുത്തോട്ട് വരുന്നു. അമ്പിക അത് കണ്ടൊന്ന് ഞെട്ടി. ഋതു, നിന്നെ ആരെങ്കിലും കണ്ടോ? ഇല്ല രാജു, അവരൊക്കെ അവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. പക്ഷെ കാണേണ്ടവർ കണ്ടല്ലോ ഋതു എന്നെ വെയിറ്റ് ചെയ്തെന്നാണോ? അതെ. എന്തിനാ ഋതു? കുറേ നാളുകൾക്ക് ശേഷം എൻ്റെ അച്ഛൻ ഇന്ന് ഒരല്പം ഒന്ന് ചിരിച്ചു കണ്ടത്. അതിൻ്റെ കാരണക്കാരൻ ആരാണെന്ന് എനിക്കറിയാം. എൻ്റെ രാജു അല്ലേ അച്ഛന് വേണ്ടി എല്ലാം അറേഞ്ച് ചെയ്തത്? അതെനിക്ക് മനസ്സിലായി. അമ്പിയ ജനലിക്കൂടി ഇങ്ങനെ നോക്കി പല്ല് കടിച്ചിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക. ഇപ്പം വേണമെങ്കിൽ ആ ജനൽ കമ്പി വളച്ചോടിച്ച് അവളിപ്പോൾ ചാടി വരുമെന്നുള്ള ഭാവത്തിലാണ് നിൽക്കുന്നത്. ഒരുപാട് നന്ദിയുണ്ട് രാജു. എന്താ ഋതു? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതൊക്കെ എൻ്റെ കടമയല്ലേ ഋതു? അപ്പോൾ രാജു എൻ്റെ അച്ഛനെ വെറുത്തില്ലല്ലോ. അയ്യോ, ഇതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ ആ അമ്പികയ്ക്ക് നിൽക്കാൻ പറ്റുന്നില്ല. എനിക്കതിന് ഒരിക്കലും കഴിയില്ല ഋതു. വർമ്മസാറിനെ മാത്രമല്ല, എനിക്ക് നിന്നെയും വെറുക്കാൻ കഴിയില്ല. നിന്നെ വെറുക്കണമെങ്കിൽ ഞാൻ മരിക്കണം എന്നും പറഞ്ഞ് രാജു ഋതിക ചേർത്ത് കെട്ടി അങ്ങ് പിടിച്ചു. ദൈവമേ, അംബിക പിശാചിങ്ങനെ കണ്ണും തള്ളി നോക്കുക. അങ്ങനെയൊന്നും പറയല്ലേ രാജു. എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് അറിയാവൂ ഋതു? നീയും വർമ്മസാറും സന്തോഷത്തോടെ ഇരിക്കുന്നതാ. രാജു അങ്ങനെ കൂടെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദാണ്ട അംബിക്ക് ഹാർട്ട് അറ്റാക്ക് വരുമെന്ന് തോന്നുന്നു. അവൾ അത്രയ്ക്ക് വളയുകയും പൊളയുകയും ഞെളിയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടിയാ ഋതിക ഞാൻ തിരികെ വന്നത് തന്നെ. ഇന്ന് ബർത്ത്ഡേ ആഘോഷിച്ചപ്പോൾ നിങ്ങളുടെ ആ സന്തോഷം ഞാൻ കണ്ടു. എനിക്ക് ഒരുപാട് സന്തോഷമായി. രാജു, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഒന്നല്ല ഋതികെ, നിനക്ക് എന്നോട് 1000 കാര്യങ്ങൾ ചോദിക്കാം. അത് വേണ്ട, എനിക്കിപ്പോൾ ഒരു കാര്യം ചോദിച്ചാൽ മതി. രാജു ഇനി മടങ്ങിപ്പോവോ? അങ്ങനെയാ ഞാൻ കേട്ടത്. എങ്കിലേ ഋതുവിന് എന്ത് മറുപടി കേൾക്കാനാ ഇഷ്ടം? പോകണമെന്നോ പോകണ്ടെന്നോ? എന്നാ ഞാൻ പറയട്ടെ രാജു പോകണ്ടെന്നാ എൻ്റെ ആഗ്രഹം. എന്നാ ഞാൻ ഇനി പോകുന്നില്ല. എൻ്റെ ഋതുവിന് സന്തോഷമായില്ലേ? പക്ഷെ സന്തോഷമാകാതെ ഒരാളിങ്ങനെ പല്ലും കടിച്ച് കണ്ണും തുറിച്ച് ആ അംബിക ജനലിൻ്റെ അടുത്ത് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. വിദേശത്തെ ബിസിനസ്സുകളൊക്കെ നോക്കി നടത്താൻ വിശ്വസ്തരായ കുറേ ആൾക്കാരെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ തന്നെ നിന്റെ അരികിൽ തന്നെ ഉണ്ടായിരിക്കും. വീണ്ടും 2 പേരും സ്നേഹം കൊണ്ട് കെട്ടിപ്പിടിച്ചിങ്ങനെ നിൽക്കുക. ഇത് അംബികയ്ക്ക് നല്ല രസമാണോ കാണാൻ? നിങ്ങൾ തന്നെ പറ. അവൾ എന്തായിരിക്കും ഇപ്പം ചെയ്യാൻ പോകുന്നത്? ഇപ്പം അതിനേക്കാൾ വലിയ പ്രശ്നമാണ് നടക്കാൻ പോകുന്നത്. രാധമ്മ അങ്ങോട്ട് ഇന്ന് രാജുവിൻ്റെ മുറി തട്ടി വിളിക്കുക. മോനെ രാജു എന്ന് വിളിച്ചുകൊണ്ടിരിക്കുക. എവിടെ? രാജു അവൻ്റെ പെണ്ണിനോടൊപ്പം സന്തോഷത്തോടെ നിൽക്കുക. ഇവനെന്താ വാതിൽ തുറക്കാത്തെ? ഇനി ക്ഷീണം കാരണം ഉറങ്ങിപ്പോയോ? ഇവന് ക്ഷീണം ഉണ്ടായാലും ഇത്ര നേരത്തെ കിടക്കുന്ന ആളല്ലല്ലോ ഇവൻ. എടാ ഭയങ്കര, നീ ഇനി ആ വർമ്മയുടെ പിറന്നാളാഘോഷിക്കാനെങ്ങനെ പോയതാണോടാ? രാധമ്മ ദേഷ്യത്തോടെ കഥ തള്ളി അങ്ങ് തുറന്ന് രാജുവിനെ അവിടെങ്ങും കാണാൻ. രാജുവും പോയിട്ട് രാജുവിൻ്റെ നിഴല് പോലും അടങ്ങുമില്ല. ഇനി എന്തിനാ രാധമ്മേ രാജു എന്ന് വിളിക്കുന്നത്? ചേടാ, ഇവനിത് എവിടെ പോയി? അവൻ രാജു അറിഞ്ഞില്ലല്ലോ രാധമ്മ അവിടെ നിൽക്കുന്നത്. രാജു തണ്ട് ഓടി വിയർത്ത് കിതച്ചോണ്ട് അങ്ങോട്ട് ഓടി വരുക. നീ ഇതെവിടെ പോയതാടാ? നീ എന്താ ഇങ്ങനെ കിതയ്ക്കുന്നത്? അമ്മേ, ഞാൻ എക്സസൈസ് ചെയ്യുമായിരുന്നു. അത് ശരിയാ രാജു, കുറച്ച് മുമ്പ് എക്സസൈസ് ചെയ്യുന്ന ഞങ്ങളും കണ്ടതാണല്ലോ. ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോ ശീലങ്ങളാ. എന്നാലേ രാത്രി ഒരുപാട് എക്സസൈസ് ഒന്നും ചെയ്യണ്ട, രാവിലെ മതി. പറഞ്ഞത് കേട്ടല്ലോ.
പാതിരാത്രി വരെ എക്സസൈസ് ചെയ്തിട്ട് ഉച്ചവെയിലടിക്കുന്നവരെ കിടന്നുറങ്ങും. അങ്ങനെയൊന്നും അല്ലമ്മേ, ഞാൻ രാവിലെ 5 മണിക്ക് എഴുന്നേക്കും. അപ്പോഴങ്ങനെ മതിയെന്നാ ഞാൻ പറഞ്ഞത്. നീ ഇനി പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. രാധമ്മേ, നീ എന്തോരമ്മയാ. ഇവനൊരു കല്യാണം കഴിച്ച് അവനൊരു ഭാര്യ ജീവനോടുണ്ട്. ഭാര്യയോടൊത്ത് ജീവിച്ചതാണ് ഈ രാജു. അപ്പോൾ അവനും അവൻ്റെ പ്രായവും അവൻ്റെ ആഗ്രഹങ്ങളും മോഹങ്ങളും ഒക്കെ രാധമ്മേ നിനക്കറിയില്ലേ? നിന്റെ മകൻ്റെ പണം മാത്രം മതിയോ? അവൻ്റെ സമ്പത്തും മതിയോ? അവൻ്റെ ആഗ്രഹങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയത് ചെയ്തു കൊടുക്കണ്ടേ? ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ ആ കള്ളി അംബിക അവിടെ മകനെ വിളിച്ച് പറഞ്ഞെന്നാൻ തോന്നുന്നു. രാത്രിയിൽ ആരും കാണാതെ ദീപക് ബൈക്കിലവിടെ വരുന്നുണ്ട്. അംബിക എല്ലാവരുടെയും കണ്ണ് വെട്ടിച്ച് മോൻ്റെ അടുത്തോട്ട് ഓടി പോകുന്നുണ്ട്. മോനെ, നീ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ മുഖത്ത് പാടൊന്നുമില്ലെങ്കിലും നല്ല വീക്കം ഉണ്ടല്ലോടാ. അമ്മേ, എൻ്റെ മുഖത്ത് വീക്കം ഉണ്ടെന്ന് നോക്കാനാണോ ഈ പാതിരാത്രിക്ക് നിങ്ങൾ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? ഇതാണോടാ പാതിരാത്രി? സമയം 9 കഴിഞ്ഞതേ ഉള്ളു. അവനത് പാതിരാത്രിയാ. രാവും പകലും ഏതാണെന്നറിയാതെ വീട്ടുജോലി ചെയ്യുവല്ലയോ? ബംഗ്ലാവിൽ കഴിയുന്ന സുഖിച്ച് ജീവിക്കുന്നവർക്ക് ഇതൊക്കെ പാതിരാത്രിയാണെന്നൊക്കെ തോന്നും. അമ്പയ്യ മോനെ പറയുക, മോൻ ബംഗ്ലാവിൽ സുഖിച്ചാണല്ലോ ജീവിക്കുന്നത്. പിന്നെ തള്ള പറയുന്നത് കേട്ട, സുഖജീവിതമല്ലേ? അടിമപ്പണിയാ ഞാൻ ചെയ്യുന്നത്. എന്നെ വെറുതെ വിളിച്ച് ഇറിറ്റേറ്റ് ചെയ്യിക്കാതെ നിങ്ങൾ വിളിച്ചെന്താന്ന് വെച്ചാൽ കാര്യം പറ. എടാ മോനെ, കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയടാ. ആ രാജുവില്ലേ, പ്രതാപന്റെ പിറന്നാൾ ആ കോളനിയുള്ള ആൾക്കാരെ വെച്ച് ഭംഗിയായിട്ട് നടത്തിപ്പിച്ച്. അതിനുശേഷം അവനും ഹൃദയം കൂടെ രഹസ്യമായിട്ട് കണ്ട് സംസാരിക്കുകയും ചെയ്തു. ദീപക്കിനാന്നെ നിന്ന് തിരിയാൻ നേരവുമില്ല. അപ്പോഴാണ് ഈ തള്ള വിളിച്ച് വരുത്തി. അതിന് ഞാനെന്ത് വേണമേ? അതിന് വേണ്ടിയിട്ടാണോ നിന്ന് തിരിയാൻ നേരമില്ലാത്ത എന്നെ വിളിച്ച് നിങ്ങൾ ഇങ്ങോട്ട് വരുത്തിയത്? ഞാൻ ചെന്നിട്ട് വേണം ചപ്പാത്തിയും പനീർ മസാലയും ഉണ്ടാക്കാനുള്ളത്. നിനക്കെന്താടാ? നിനക്കെല്ലാം ഉണ്ടല്ലോ. നല്ല താമസം, നല്ല ആഹാരം, യാത്ര ചെയ്യാനോ ലക്ഷറി കാറുണ്ട്. അവന് ദേഷ്യം കൊണ്ടൊരു എല്ലാം ഉണ്ട്. എന്നാൽ ഒരെണ്ണം മാത്രം എനിക്കില്ല, സമാധാനം. കരയുന്നുണ്ട് ദീപക്. ഞാൻ പോവുക. ഞാൻ ചെന്നിട്ട് വേണം ചപ്പാത്തിക്ക് മാവ് കഴിക്കാൻ. അമ്മയുടെ കുറെ നടക്കാത്ത പ്ലാനുമായിട്ട് അവിടെ നിന്നോ. വെറുതെ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് വിളിച്ചു വരുത്തിയേക്കുന്നു എന്നും പറഞ്ഞ് ദീപക് ദേഷ്യത്തെ വണ്ടി സ്റ്റാർട്ട് ചെയ്തങ്ങ് പോയി. പിന്നല്ലാതെ അവൻ്റെ നിലനിൽപ്പ് അവൻ നോക്കണ്ടേ? അവിടെ ചപ്പാത്തിയും കറിയും ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ അവൻ്റെ ജീവിതം എന്താകും? അപ്പോൾ അമ്പിയുടെ ഫോണിലോട്ടൊരു കോൾ വരുന്നുണ്ട്. ഇതാരാ? പരിചയമില്ലാത്ത നമ്പറാണല്ലോ എന്നും പറഞ്ഞ് അമ്പിയ ഫോൺ എടുക്കുന്നുണ്ട്. ആരാ വിളിക്കുന്നത്? സന്ദീപ്. അമ്പിയ മാഡം അല്ലേ? ആരാ സംസാരിക്കുന്നത്? മാഡം, ഞാൻ ഒരുപാട് ചുറ്റി വളയ്ക്കാതെ കാര്യം നേരിട്ട് പറയാം. എൻ്റെ പേര് സന്ദീപ്. ഞാൻ ബിസിനസ് മാഗ്നറ്റ് തോട്ടത്തിൽ വിശ്വനാഥൻ്റെ മകനാണ്. എനിക്ക് മനസ്സിലായില്ല. എനിക്ക് അങ്ങനെ ഒരാളെ അറിയില്ല. എൻ്റെ അച്ഛൻ്റെ പേര് പറഞ്ഞാൽ മാഡം അറിയാൻ വഴിയില്ല. പക്ഷെ വേറൊരു കാര്യം പറഞ്ഞാൽ മാഡത്തിന് മനസ്സിലാവും. ഒരു പ്രോജക്റ്റിൻ്റെ ആവശ്യമായി രാജുവിനെ ദുബായിലോട്ട് അയച്ചത് എൻ്റെ അച്ഛനാണ്. അതിൽ നിന്നാണ് കുടിലിൽ നിന്ന് വന്ന രാജീവ് വലിയ ബിസിനസ് മാഗ്നറ്റായി കൊട്ടാരത്തിലോട്ട് തിരിച്ചു വന്നത്. എനിക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക. അപ്പോഴാ അവൻ്റെ ഒരു കുടിലും കൊട്ടാരോ. എടാ, നിന്റെ അച്ഛൻ എന്തിൻ്റെ കേടാടാ? ഇനി ആ രാജുവിൻ്റെ പേരും പറഞ്ഞ് എൻ്റെ ഫോണിലോട്ടെങ്ങാണ് നീ വിളിച്ചാലുണ്ടല്ലോ. കാര്യം അറിയാതെയാണല്ലോ അംബിക സംസാരിക്കുന്നത്. കാര്യം അറിഞ്ഞു കഴിയുമ്പോൾ അംബിക പറന്നങ്ങോട്ട് ചെല്ലുമല്ലോ. മാഡം, കൂൾ ഡൗൺ, ഫോൺ വെക്കല്ലേ. ഞാൻ രാജുവിൻ്റെ കൂട്ടുകാരനാണെന്നൊന്നും മാഡം തെറ്റിദ്ധരിക്കല്ലേ. ഞാൻ അവനെതിരാ. അവൻ എൻ്റെ ജന്മശത്രുവാണ്. എന്ന് വെച്ചാൽ രാജുവിൻ്റെ നാശം കാണാൻ മേഡം ആഗ്രഹിക്കുന്ന പോലെ അതേപോലെ ആഗ്രഹിക്കുന്ന മറ്റൊരാൾ. അംബികയുടെ മുഖത്ത് നിറഞ്ഞ പുഞ്ചിരി വന്നു കഴിഞ്ഞു. സത്യമാണോടാ കൊച്ചനെ നീ പറഞ്ഞത്? സത്യമാണ് മേഡം. എൻ്റെ അച്ഛൻ അന്ന് എന്നെ അയക്കുന്നതിന് പകരമാണ് രാജുവിനെ അന്ന് ദുബായിലോട്ട് അയച്ചത്. അവിടുന്ന് വളർന്നു വന്ന അവനിന്ന് ലോകത്തിലെ തന്നെ ഹൈടെക് സിറ്റിയിൽ ഫാഷൻ ഡിസൈനിങ് കമ്പനി പടുത്തുയർത്തി. മേഡം തന്നെ പറഞ്ഞേ, ശരിക്കും അവൻ്റെ പൊസിഷൻ എനിക്ക് ലഭിക്കേണ്ടതല്ലേ? പക്ഷെ മേഡം, ഞാനൊരു ചെറിയ ഗെയിം കളിച്ചു. ആ ഗെയിമിൽ രാജുവിൻ്റെ കേരളത്തിലെ കമ്പനിയിൽ ഒരു ഷെയറും എനിക്കുണ്ട്. എടാ, ഇതിൽ എനിക്കെന്ത് ലാഭമുണ്ട്? അതാണല്ലോ എപ്പോഴും അംബികയുടെ നോട്ടം. എങ്കിൽ മേഡത്തിന് ഞാൻ ഞെട്ടിക്കുന്ന ന്യൂസ് തരാം. ഋതിക ഇപ്പൊ എവിടാ ജോലി എന്നറിയും. അവളേതോ ഒരു ഓഫീസിലാണെന്നറിയാം. എങ്കിലറിഞ്ഞോ, അവള് ജോലി ചെയ്യുന്ന രാജുവിന്റെ ഫാഷൻ ഡിസൈനിങ് കമ്പനിയില. അവൾക്ക് ജോലി കൊടുത്തതും രാജുവാ. അംബികയ്ക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നീ പറയുന്ന സത്യമാണോ? മേഡം പേടിക്കണ്ട. അവർ രണ്ടാളും ഒന്നാകാതെ നോക്കേണ്ടത് എൻ്റെ ആവശ്യമാണ്. രണ്ടുപേരുടെയും ചരട് എൻ്റെ കയ്യിലാണെന്ന് മാത്രം. അപ്പോൾ നീ ആളൊരു കുറുക്കനാണല്ലോടാ. സത്യം പറഞ്ഞ എനിക്ക് വേറൊരു ലക്ഷ്യം കൂടിയുണ്ട്. ഉടനെ അംബിക വയ്ക്കുന്ന അത് ഋതിയല്ലേ? അതേ മേഡം. മേഡത്തിന് എങ്ങനെ മനസ്സിലായി? അതൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷേ മോനെ, നീ കുറച്ച് ലേറ്റായി പോയല്ലോ. ഇന്ന് ഋതികയുടെ അച്ഛൻ്റെ പിറന്നാളായിരുന്നു. നീ ഇപ്പോൾ വിളിച്ചത് ഒരു ദിവസം മുമ്പ് വിളിച്ചിരുന്നെങ്കിൽ നിൻ്റെ ഒരു നല്ല എൻട്രി തന്നെ ഇവിടെ ഉണ്ടായാലേ. ഇനിയൊന്നും മിസ്സാക്കരുത്. പറഞ്ഞു കേട്ടല്ലോ. പിന്നെ നീ എന്നെ വിളിച്ചതിന് നന്ദി. താമസിക്കാതെ നമുക്ക് നേരിട്ട് കാണുകയും ചെയ്യാം. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ഈ രണ്ട് ദുർജീവികളും കൂടെ ഒത്തുചേർന്നാൽ എന്തായിരിക്കും നടക്കാൻ പോകുന്നത്? ഇതിനു മുമ്പ് ആ അനന്തംപിള്ളയെ കൂട്ടിപ്പിടിച്ച് അവൾ എന്തൊക്കെയാണ് പ്രതാപന് ചെയ്തത്? ഇനി ഇവനെ കൂട്ടിപ്പിടിച്ച് പ്രതാപനും ഋതികയ്ക്കും രാജുവിനും പത്മാവതിക്കും വേണ്ടത് ഇവള് ചെയ്തു കളയും. എന്തോ വലിയൊരു ഇര വലയിൽ കുടുങ്ങിയ സന്തോഷത്തില് സന്ദീപും അംബികയും വളരെ സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുവാണ്. അവളപ്പോൾ രാജുവിനോടൊപ്പം ജോലി ചെയ്യുന്നല്ലേ? മതിയടി മോളെ, ഈ ഒരൊറ്റ പിടിവലി മതിയടി എനിക്ക്.
എനിക്ക് നിന്നെ തകർക്കാൻ. എടി നാണമില്ലേടി അമ്പികെ, അവൾ കൊണ്ടുവന്നതുകൊണ്ടല്ലേടി നീ ഇന്ന് കഴിക്കുന്നു. എന്നിട്ടും നിനക്ക് ഈ തകർക്കണമെന്നുള്ള ചിന്ത ഇതുവരെയും നിന്റെ രക്തത്തിൽ നിന്ന് പോയിട്ടില്ലല്ലോ. ഇത്രയും നാളും കൊണ്ട് നീ പലരെയും തകർത്തിട്ട് നിനക്ക് എന്ത് കിട്ടി? നിന്റെ മകനെന്ന് എങ്ങനെയാ ജീവിക്കുന്നത്? ഇപ്പോഴും നിനക്കൊരു മനസ്സലിവില്ലല്ലോ. ഋതിക ഓഫീസിൽ വന്ന് രാജുവിനെയും കാത്തിങ്ങനെ നിൽക്കുക. പല്ലവി പുറകെ കൂടെ വന്നെന്ന് തൊടുമ്പോഴേ ഋതിക അങ്ങ് പേടിക്കൊന്നും വേണ്ട, പ്രതീക്ഷിച്ച ആൾ ഇപ്പം തന്നെ ഇങ്ങ് വരും. ഞാനൊരു കാര്യം ചോദിച്ചാൽ ഋതിക നീ സത്യം പറയണം. ഈ കല്യാണത്തിന് മുമ്പുള്ള പ്രണയത്തിനാണോ അതോ കല്യാണം കഴിഞ്ഞുള്ള പ്രണയത്തിനാണോ കൂടുതൽ മധുരം? രണ്ടും ഒരുപോലെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പല്ലവി പറയും, എന്നാലും നിങ്ങളുടെ പ്രേമം ഒരു വളരെ ത്രില്ലുള്ളതാണ്, കല്യാണത്തിന് മുൻപും കല്യാണത്തിന് ശേഷവും. സത്യത്തിൽ ഈ തടസ്സങ്ങളും പ്രയാസങ്ങളും ഇല്ലാത്ത പ്രേമത്തിന് ഒരു സുഖമില്ല, അല്ലേ ഋതിക? അങ്ങനെ രാജു വരുന്നത് ഋതിയെ കണ്ടു. ഋതിക ക്യാബിനിൽ പോയി രാജുവിനെ ഓർത്ത് ചിരിച്ചുകൊണ്ടിരിക്കുന്നു. രാജുവും വന്ന് ഋതികയായിട്ടുള്ള പഴയ രംഗങ്ങൾ ഓർത്ത് അവനും സന്തോഷത്തോടെ ഇങ്ങനെ ഇരിക്കുന്നു. രണ്ടുപേരുടെയും പ്രണയരംഗങ്ങളും കല്യാണത്തിന് ശേഷമുള്ള പ്രണയരംഗങ്ങളും രണ്ടുപേരും ഇങ്ങനെ ഓർത്ത് വളരെ സന്തോഷമായി ഇവറക്കുവാണ്. ഋതിയക്ക് ഇനിയും കാത്തിരിക്കാൻ വയ്യ. ഋതിയ പെട്ടെന്ന് തൻ്റെ രാജുവിൻ്റെ ക്യാബിലോട്ട് ചെന്ന്. രാജു പറയും, എന്തിനാ മടിച്ചു നിൽക്കുന്ന, കയറി വാ. ഋതിയ ചോദിക്കും, എന്താ ലേറ്റായതെന്ന്? ഋതു, അതിന് ഞാൻ ലേറ്റായില്ലോ. അയ്യോ സോറി, അപ്പം ഞാൻ നേരത്തെ വന്നതുകൊണ്ടാണ് രാജു ലേറ്റായെന്ന് എനിക്ക് തോന്നിയത്. ഒരു റൊമാൻസിൽ നമ്മുടെ രാജു പറഞ്ഞു, എനിക്ക് മനസ്സിലായി, നേരത്തെ എത്തിയത് എന്നെ കാണാനല്ലേ. എൻ്റെ ഋതു, എനിക്ക് നേരത്തെ എത്തണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. സങ്കടത്തോടെ ഋതിയ പറ, രാജു, ഇങ്ങനെയുള്ള നമ്മളാ പിരിഞ്ഞ് ഇത്രയും നാളും ജീവിച്ചത്. അത് കേട്ടിട്ട് രാജു പറ, ചില വലിയ സങ്കടങ്ങൾ ദൈവം നമുക്ക് തരുന്നത് ഒരു പക്ഷെ അതിനേക്കാൾ വലിയ സന്തോഷം നമുക്ക് തരാനായിരിക്കും. ഋതു അങ്ങനെ കരുതിയാൽ മതി. രാജു, ഇന്നലത്തെ കാര്യങ്ങളൊന്നും രാധമ്മ അറിഞ്ഞിട്ടില്ലല്ലോ. ഇല്ല ഋതു എന്നും പറഞ്ഞ് രാജു വീണ്ടും നണ്ട ഋതിയെ കയറി കെട്ടിപ്പിടിക്കുന്നത്. ഇതാര് കണ്ടോണ്ടാ വരുന്നത്? ആ ക്യാബിൻ അങ്ങോട്ട് തുറന്നുകൊണ്ട് വന്ന് കാണുന്നത് രോഷിണി സാധാരണ രോഷം കൊണ്ട് നടക്കുക. ഈ കാഴ്ച കണ്ടാൽ അവരുടെ രോഷം എങ്ങോട്ട് പോകും? കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് വർമ്മസാറിൻ്റെ പിറന്നാൾ ആഘോഷിച്ചിട്ടില്ലെന്ന് എനിക്ക് അറിയാൻ ഋതു. അതിൻ്റെ കാരണക്കാരൻ ഞാൻ തന്നെയാണെന്നും അറിയാം. വെടികൊണ്ട സായിപ്പ് വടിപോലെ നിൽക്കുന്നെന്ന് പറഞ്ഞ പോലെ രോഷിണി താണ്ട് ഒരു അനക്കമില്ലാതെ ഇങ്ങനെ നോക്കി നിൽക്കുക. അതിൻ്റെ കാരണക്കാരൻ നമ്മൾ രണ്ടുപേരും അല്ല രാജു, അച്ഛൻ്റെ തലവരെയാ. രാജുവിന് കുറച്ച് റൊമാൻസ് കൂടിപ്പോയി. ഋതികയുടെ ചുണ്ടത്ത് പിടിക്കുന്നു, ചെള്ളയ്ക്ക് പിടിക്കുന്നു. ഇതൊക്കെ പാവം നമ്മുടെ രോഷിണി ഇത് സഹിക്കുമോ ആ പിഞ്ചു കുഞ്ഞിന്? അവളുടെ കോപാഗ്നിയിൽ രണ്ടുപേരെയും ചുട്ടു ഭസ്മമാക്കുമോ എന്ന് എനിക്കറിയില്ല. ഇനിയും നോക്കി നിന്നാൽ രോഷിണിക്ക് പ്രാന്ത് പിടിക്കുമെന്ന് തോന്നി രോഷിണി പെട്ടെന്ന് അവിടെ നിന്ന് മാറി. ഇതൊരു ഓഫീസാണെന്ന കാര്യം പോലും രണ്ടെണ്ണത്തിനും അറിയില്ലല്ലോ. ബെഡ്റൂമാണെന്ന വിചാരം. അങ്ങോട്ട് കയറി ചെന്ന് ഫയർ ചെയ്യണോ? വേണ്ട, തന്ത്രപൂർവ്വം നീങ്ങുന്നതാ നല്ലത്. എടി രോഷിണി, നീ ആ സ്ഥാനത്താണെങ്കിൽ നീ ഇതിനപ്പുറം ചെയ്യുമല്ലോ. പിന്നെ നിനക്കെന്തിനാ ഇത്ര കുശുമ്പ്? ഈ സമയത്ത് നമ്മുടെ സ്വാമി അതുവഴി പോകുന്നുണ്ട്. രോഷിണി ഇങ്ങനെ രോഷം കൊണ്ട് നിൽക്കുന്ന കണ്ടിട്ട് അന്തം വിട്ട് നമ്മുടെ സ്വാമി ഇങ്ങനെ നോക്കി നിൽക്കുക. ഇതെന്താ ഈ കുളവാഴ ഒളിച്ചു നോക്കിയിട്ട് തിരിഞ്ഞു പോകുന്നത്? ഓ, ഇപ്പൊ പിടികിട്ടി. രാജു സാറിന്റെ ക്യാമ്പിൽ ഋതിക മേഡം കാണും. അതിന്റെ കുശുമ്പ് തന്നെയാ ഇത്. അയ്യോ ഋതു, നീ ഇനി ജോലിക്ക് കയറിക്കോ, എനിക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് ഞാൻ വരാം. അത് മാത്രമല്ല ഋതു, നമ്മളിങ്ങനെ ഏത് നേരം ക്യാബിൽ നിന്നാലേ സ്റ്റാഫുകളൊക്കെ അതും ഇതുമൊക്കെ പറയും. നമ്മുടെ സ്വാമി വന്നിട്ട് മേ കമ്മിൻ എന്നും പറഞ്ഞ് വരുന്നുണ്ട്. ഒരു ഫയൽ കൊടുത്തിട്ട് സ്വാമി പറയുന്നത്, സാറേ SR കമ്പനിയെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്, അവർക്ക് കൊടുത്തിരിക്കുന്ന അപ്പോയിന്റ്മെന്റ് ടൈമിനി 5 മിനിറ്റേ ഉള്ളു. രാജുവിനെ ഋതിയെ ഒന്നിച്ചു കണ്ട രംഗം രോഷിണിക്ക് ആ രംഗം ഓർത്തിട്ട് തീരെ സഹിക്കുന്നില്ല. ഇവളിപ്പൊ തന്നെ ഭ്രാന്തിയാകുന്ന ലക്ഷണത്തിലാണ് ഇങ്ങനെ നിൽക്കുന്നത്. നാശം പിടിച്ചോളൂ ഇഡിയറ്റ് എന്നൊക്കെ പറഞ്ഞ് ഭ്രാന്തിയെപ്പോലെ അവിടെയൊക്കെ ഇടിച്ചിട്ടിങ്ങനെ നിൽക്കുക. അവിടെ ആങ്ങളെ അങ്ങോട്ട് കണ്ടുകൊണ്ട് വരുന്നുണ്ട്. ഇവൾക്കിത് എന്തു പറ്റി? നിപ്പും ഭാവവും കണ്ടിട്ട് അത്ര പന്തിയല്ലല്ലോ. എന്തു പറ്റി എൻ്റെ പൊന്നു പെങ്ങൾക്ക്? വല്ലാത്ത ചൂടിലാണല്ലോ നിൽപ്പ്. എന്നോട് കാര്യം പറ രോഷിണി. നിന്റെ കാര്യങ്ങൾ കേൾക്കാനും അത് പരിഹരിക്കാനും നിനക്ക് നിന്റെ ഏട്ടൻ മാത്രമേ ഉള്ളൂ. അച്ഛനൊന്നും കേൾക്കാനും നിൽക്കില്ല, അഥവാ കേട്ടാൽ തൊട്ട് പരിഹരിച്ച് തരുത്തതുമില്ല. അതുകൊണ്ട് നീ എന്നോട് കാര്യം പറ. ഏട്ടാ, എനിക്ക് വല്ലാത്ത ടെൻഷനാണ്. ഇവിടെ എനിക്കൊരു സമാധാനമില്ല. സന്ദീപ് പറ, ജീവിതത്തിൽ മനുഷ്യന് ഏറ്റവും കൂടുതൽ വേണ്ടത് സമാധാനമാണ്. സമാധാനം ഇല്ലാത്തവരുടെ നീ എന്തിനാ ജോലി ചെയ്യുന്നത്? നമുക്ക് തോട്ടത്തുകാർക്ക് വേറെ എത്രയോ സ്ഥാപനങ്ങളുണ്ട്. നിനക്ക് അവിടെ എവിടെയെങ്കിലും പോയി ജോലി ചെയ്തുകൂടെ? നീ എന്തിനാ ഇവിടെ തന്നെ ജോലി ചെയ്യുന്നത്? അതെന്താ ഞാൻ എന്തിനാ ഇവിടെ തന്നെ ജോലി ചെയ്യുന്നതെന്ന് എൻ്റെ ചേട്ടൻ അറിയില്ലേ? ഓ, രാജുവിനെ നിനക്ക് ഇഷ്ടമാണ് അതല്ലേ? അതെ, എനിക്ക് അവനെ ഇഷ്ടമാണ്. അവനെ എനിക്ക് ജീവനുമാണ്. എൻ്റെ ദൈവമേ, ഒരു രാജു കൊണ്ട് എത്ര പെണ്ണുങ്ങൾ അവനെ മോഹിക്കുന്നത്. രാജുവിന് അവൻ്റെ ഋതികയല്ലാതെ വേറെ ആരെയും വേണ്ട.
അവൻ്റെ ഹൃദയത്തിൽ വേറെ ആരും അവൻ വെക്കത്തതുമില്ല. ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും ഇവളുമാർക്ക് വേറെ പണിയൊന്നുമില്ലേ? ഒരു മന്ത്രിയുടെ മോളാണെങ്കിൽ രാജുവിനെയും കൊണ്ടേ പോകുമെന്നും പറഞ്ഞിരിക്കുന്നു. ഒന്നുമില്ലാത്തവനെ ഉയർച്ചയിലെത്തിച്ചതും പറഞ്ഞ് അയാളുടെ മകള് തന്റെ രാജുവിനെ വേണമെന്നും പറഞ്ഞിരിക്കുന്നു. പഴയ മന്ത്രിയുടെ മോളാണെങ്കിലോ അവൾ ഭാര്യയും ഭർത്താവുമായിരുന്നു. അപ്പൊ കുറ്റം പറയാൻ പറ്റില്ല. ഹൃദയയുടെ അവകാശമാണ് രാജുവിനെ അവൾ ആർക്കും വിട്ടുകൊടുക്കത്തില്ല. അങ്ങനെ വിട്ടുകൊടുക്കാനും പാടില്ലല്ലോ. അപ്പോൾ ഫ്രണ്ട്സ്, രാജുവിനും ഹൃദയയ്ക്കും ശത്രുക്കളുടെ എണ്ണം എന്താ കൂടി വരിക. ഈ അംബികയും സന്ദീപും കൂടെ ഒത്തുചേർന്നാൽ ഇനി എന്തൊക്കെയായിരിക്കും പ്രതാപന്റെ കുടുംബത്തിൽ വന്നു ചേരാൻ പോകുന്നത്? ഇതുവരെ കണ്ടതിനേക്കാളും ഏറ്റവും വലിയ വിഷജന്തുക്കളാണ് രണ്ടുപേരും ഒന്നിച്ച് കൂട്ടിമുട്ടാൻ പോകുന്നത്. ആ കൂട്ടുകെട്ടിൽ എന്തൊക്കെ നാശനഷ്ടങ്ങൾ ഇനി വരുമെന്നുള്ളത് നമുക്ക് നാളത്തെ റിവ്യൂവിൽ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.